കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഇമ്മാനുവേൽ പ്രെയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നൽകിത്തരുന്ന എല്ലാ നല്ല കൂട്ടായ്മകൾക്കും എല്ലാ നല്ല പ്രോത്സാഹനങ്ങൾക്കും ഞങ്ങൾ ഒരിക്കൽ കൂടെ നന്ദി പ്രകാശിപ്പിക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചിന്തിക്കുന്നതായിരിക്കുന്ന വിഷയം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് ആരംഭിച്ചതാണ്. 6-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഭയത്തിന്റെയും ഭീതിയുടെയും ആശങ്കകൾ നിറഞ്ഞതായിരിക്കുന്ന വ്യക്തിയായ ഗിദെയോൻ മുന്തിരിച്ചക്കിനടുക്കലിരുന്നു കൊണ്ട് ഗോതമ്പ് മെതിക്കുമ്പോൾ യഹോവയുടെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് തന്നോട് പറഞ്ഞത്, ഈ ബലത്തോടെ പോക, യഹോവ നിന്നോട് കൂടെയുണ്ട്. നീ മിദ്യാന്റെ കയ്യിൽ നിന്നും ഇസ്രായേലിനെ വിടുവിക്കും. അപ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, ഒരു ഭക്തന്റെ ജീവിതത്തിൽ, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ പ്രാപിച്ചിരിക്കേണ്ടതായിരിക്കുന്ന ചില കാര്യങ്ങൾ, അതിനെക്കുറിച്ച് കഴിഞ്ഞ കുറെ എപ്പിസോഡുകളിലായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയതായിരിക്കുന്ന വിഷയം, അടുത്തിരിക്കുന്നത് എനിക്കേറെ നല്ലതാണ്, നിന്റെ നാമത്തെ വർണ്ണിക്കുവാൻ. അപ്പോൾ ദൈവത്തോട് ഒരു ഭക്തനായ മനുഷ്യൻ അടുത്തിരിക്കുക എന്നുള്ളതാണ്. അടുത്തിരുന്നാൽ നമുക്ക് എന്ത് ലഭിക്കപ്പെടും എന്നും നമുക്ക് ചിന്തിപ്പാൻ ഇടയായി തീർന്നു. അനുഗ്രഹമുണ്ട്, വിടുതലുകളുണ്ട്, വിജയകരമായ ജീവിതത്തിന്റെ പുതുവഴികളെ അവൻ നമുക്കായി കാണിച്ചു തരും. അയ്യം വിളിക്കുന്നവരുടെയും വേദനകളും നൊമ്പരങ്ങളുടെയും നടുവിൽ നമ്മുടെ അരിയിലേക്ക് അടുത്തു വരുന്ന ഒരു രക്ഷകനെയാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിനാധാരമായിട്ട് നമുക്ക് വളരെ പരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗം ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുക. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 26-ാമത്തെ വാക്യം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലും ഈ ഭാഗം അതിശക്തമായിട്ട് തന്നെ വിവരിക്കുന്നുണ്ട്. ഇവിടെ വായിക്കുന്നത്, അവൻ കാറ്റിനെയും കടലിനെയും ശാസിച്ചു. നമുക്ക് വളരെ പരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ്. കർത്താവിന്റെ ചില എഴുന്നേൽപ്പുകളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. യേശു എഴുന്നേറ്റ ചില സന്ദർഭങ്ങൾ എന്തിനു വേണ്ടിയാണ്, ആർക്കു വേണ്ടിയാണ്, എപ്പോഴാണ്, ഏത് സാഹചര്യത്തിലാണ്? വിളിച്ചപേക്ഷിക്കുന്ന നാളിൽ ഞാൻ നിനക്ക് ഉത്തരം നൽകും. കഷ്ടകാലത്ത് ഞാൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ വിടുവിക്കുകയും ചെയ്യും. ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. നിന്നെ ഉന്നതമായിരിക്കുന്ന പാറയിൽ നിർത്തി പുതിയ പാട്ടുകളും തരും. ഉന്നതമായ ജീവിത സാഹചര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന നിന്നെ ഉന്നതമായിരിക്കുന്ന നിലവാരത്തിൽ അനേകരുടെ മുമ്പിൽ ഞാൻ നിന്നെ ഉയർത്തുക തന്നെ ചെയ്യും. താഴ്ത്തുന്നവരെയും നിന്ദിച്ചവരുടെയും പരിഹസിക്കുന്നവരുടെയും ഒറ്റപ്പെടുത്തിയവരുടെയും നടുവിൽ ഞാൻ നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. ഇന്ന് പകൽക്കാലം അതിൽ 1-2 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാം. യേശു എഴുന്നേൽക്കുന്ന ചില സന്ദർഭങ്ങൾ. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരുമായിട്ട് ഐഹിക ശുശ്രൂഷയിൽ ഗ്രാമങ്ങളും പട്ടണങ്ങളും വീടുകളും സുവിശേഷത്തിന്റെ സന്ദേശങ്ങൾ അറിയിച്ചുകൊണ്ട്, ദൈവരാജ്യത്തിന്റെ സന്ദേശം പറഞ്ഞുകൊണ്ട്, ദുഃഖിച്ചു വന്നവർക്ക് ആശ്വാസവും സമാധാനമില്ലാത്തവർക്ക് ശാന്തിയും, കണ്ണുനീര് വേദനയോടെ കടന്നു വന്നവർക്ക് അവരുടെ കണ്ണുനീർ തുടച്ച് ആത്മീയമായിരിക്കുന്ന ജീവിതത്തിന്റെ പുതിയ ജീവിത അനുഭവങ്ങളെ നൽകി എല്ലാ പ്രിയപ്പെട്ടവരെയും ചേർത്ത് പിടിച്ച് കടന്നു പോകുമ്പോൾ അന്ന് സന്ധ്യയായി.
യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അങ്ങനെ ഗലീല കടപ്പുറത്ത് അവരെത്തുകയും ആ തടാകത്തിന്റെ സമീപത്ത് കിടക്കുന്ന ആ വഞ്ചിയിൽ കയറി 12 ശിഷ്യന്മാരും യേശു അവിടുന്ന് യാത്ര തിരിച്ചു. അക്കരെയുള്ള സ്ഥലത്തേക്കാണ് അവർ യാത്ര. അവിടെ എന്തോ ഒരു ശുശ്രൂഷ ചെയ്യാനുണ്ട്. അവിടെ എന്തോ ഒരു അത്ഭുതം നടക്കും. അവിടെ എന്തോ ഒരു പ്രവൃത്തി വെളിപ്പെടും. അത് തന്റെ ശിഷ്യന്മാർക്ക് അറിഞ്ഞുകൂടാ. അത് എന്ത് എന്നൊരു ചോദ്യം അവിടെ ഉദിക്കുന്നില്ല. ഗുരു പറയുന്നു, ശിഷ്യന്മാർ അനുസരിക്കുന്നു. ഗുരു നിർദ്ദേശിക്കുന്നു, ആ വഴികളിലൂടെ സഞ്ചരിക്കുന്നു. എതിർവായില്ലാതെ അനുസരണ ബുദ്ധിയോടെ ആത്മാ നിയന്ത്രണത്തിൽ ശക്തിയോടെ തന്റെ ശിഷ്യന്മാർ തണ്ടുവലിച്ച് യാത്ര ചെയ്യും. അല്പസമയം കടന്നു ചെല്ലുമ്പോൾ അവരുടേതായിരിക്കുന്ന പടകിന് നേരെ ചെറിയ ചെറിയ കാറ്റുകൾ അടിക്കാൻ തുടങ്ങി. അവരുടേതായിരിക്കുന്ന വഞ്ചി അല്പം ഒന്ന് ആടിയിളകി. അത് സാരമില്ല എന്ന് കണ്ടുകൊണ്ട് കഴിവിൽ സമ്പന്നരും തുഴയെറിയുവാനും ഒരു വഞ്ചിയെ നിയന്ത്രിക്കുവാനും കഴിവുള്ള പത്രോസ്, യോഹന്നാൻ, അന്ത്രയോസ്, യാക്കോബ് കടലിന്റെ മക്കളാണ്. കടലിൽ ജനിച്ചവരാണ്. കടൽ നീന്തിയവരാണ്. കടൽ വെള്ളം കണ്ടവരാണ്. അതുകൊണ്ട് ഭയം ലേശമില്ലാതെ അവരുടേതായിരിക്കുന്ന വഞ്ചി മുൻപോട്ട് കടന്നു പോകുമ്പോൾ കാറ്റിന്റെ ശക്തി വർദ്ധിച്ചു. അവരുടേതായിരിക്കുന്ന പടകാടി ഇളകാൻ തുടങ്ങി. അവരുടെ കയ്യിൽ നിന്നും അവരുടേതായിരിക്കുന്ന നിയന്ത്രണം നഷ്ടപ്പെടുന്നു എന്ന് തോന്നിയപ്പോൾ അവർ അയ്യം വിളിക്കാൻ തുടങ്ങി, നിലവിളിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. അവരുടെ ഉള്ളിൽ ഒരു ഭയപ്പാട് കടന്നു വന്നു. ആ ഭയപ്പാടിന്റെ കരിനിഴലുകൾ മനസ്സിന്റെ ഉള്ളിൽ ആഴമായി മൂടിക്കെട്ടിയപ്പോൾ അവരോർത്തു, ഗുരുവിനെ, യേശു കർത്താവ് അമരത്ത് തലവെച്ച് കിടക്കുകയാണ്. യേശുവിനെ അവരുണർത്തി, ഗുരു, ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ചു. അവൻ പടകിൽ നിന്നും എഴുന്നേറ്റു. യേശു എഴുന്നേറ്റാൽ അവിടെ ചില അത്ഭുതങ്ങൾ നടക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതയാത്രകളിൽ, തൊഴിൽ ശാലകളിൽ, തൊഴിൽ മേഖലകളിൽ, വിദ്യാഭ്യാസത്തിന്റെ യാത്രകളിൽ, സാമ്പത്തികമായിരിക്കുന്ന വിഷയത്തിന്റെ മുൻപിൽ, കടബാധ്യതകളുടെ മുൻപിൽ തകർന്നടിയുമോ എന്ന് വിചാരിച്ചുകൊണ്ട് ഭാരത്തോടെ കടന്നു പോകുന്നു എങ്കിൽ അവൻ നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കും. രോഗശൈലിയിൽ വിടിവിക്കുവാൻ, മാറ്റിത്തരുവാൻ, ഘട്ടങ്ങളെ തീർക്കുവാൻ, ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ തളർന്നിരിക്കുന്ന നിങ്ങൾക്ക് പുതുജീവൻ തരുവാൻ അവൻ എഴുന്നേൽക്കും. അവൻ എഴുന്നേറ്റാൽ അത്ഭുതങ്ങൾ നടക്കും. അവൻ എഴുന്നേറ്റാൽ അതിശയങ്ങൾ പ്രവർത്തിക്കും. യേശു ചോദിച്ചു, നിങ്ങൾ പീരിക്കൽ ആകുന്നത് എന്ത്? വിശ്വാസമില്ലയോ? അവർ നോക്കി നിൽക്കെ യേശു കരമുയർത്തി. കടലിനോട് അടങ്ങുക എന്ന് പറഞ്ഞപ്പോൾ തിര അടങ്ങി. കാറ്റേ നീ അടങ്ങുക എന്ന് പറഞ്ഞപ്പോൾ കാറ്റും അടങ്ങി. അവരാഗ്രഹിച്ച തുറമുഖത്ത് അവരെ എത്തിച്ചു. തമ്മിൽ ശിഷ്യന്മാർ ചോദിച്ചു പോയി, ഇവൻ ആരാണ്? അവൻ എഴുന്നേറ്റാൽ ശാന്തത വരുത്തും, തുറമുഖത്തെത്തിക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടെന്നറിയാം. എങ്കിലും യേശു എഴുന്നേറ്റ ഒരു സന്ദർഭമാണ് ഇന്ന് പകൽക്കാലം പറഞ്ഞത്. ഇനി തുടർന്നുള്ളതായിരിക്കുന്ന നിമിഷങ്ങൾ, സമയം നമ്മൾക്ക് അനുവദിക്കാത്തത് കൊണ്ട് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം. അത്താഴത്തിൽ നിന്ന്, പ്രാർത്ഥനയിൽ നിന്ന്, കല്ലറയിൽ നിന്ന് സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ സമയത്ത് യേശു എഴുന്നേറ്റു. ആ ഭാഗങ്ങളെ കുറിച്ചൊക്കെ സവിസ്തരമായി ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ എൻ്റെ വാക്കിലൂടെ അവസാനിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ തളർന്നിരിക്കുന്നെങ്കിൽ, ക്ഷീണിതരായിരിക്കുന്നെങ്കിൽ, ഭാരത്തിന് നടുവിലിരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ പടകാടി വിളിയുന്നുണ്ടോ? നിങ്ങൾ സാമ്പത്തികമായി ഞെരുക്കത്തിലാണ്, തളർച്ചയിലാണ്, നിങ്ങൾ യേശുവിൽ ആശ്രയിക്കുക. വിളിക്കുക,
കർത്താവേ, നീ പടകിലേക്ക് വരണം, എൻ്റെ ഭവനത്തിലേക്ക് വരണം, എൻ്റെ ജീവിതത്തിലേക്ക് വരണം. എന്നെ ആശ്വാസം കൊണ്ട് നിറയ്ക്കണമേ, എന്നെ ബലപ്പെടുത്തണമേ, എന്നെ ശക്തീകരിക്കണമേ. അവൻ നിങ്ങളെ വിടിവിക്കും, ശക്തീകരിക്കും. വിളിക്കാം ഉറക്കെ. വിടുതലിനായി, വിജയത്തിനായി അവൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഇപ്പോൾ എഴുന്നേറ്റിരിക്കും. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലം കേൾക്കപ്പെട്ട വചനം ഓരോ ഹൃദയങ്ങൾക്കും ആശ്വാസമായി തീരാൻ സഹായിക്കണം. രോഗികളായി കഴിയുന്ന പ്രിയപ്പെട്ടവർക്ക് ആശ്വാസവും ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്നവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കും. പഠിക്കാൻ കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾ സ്വദേശത്തും വിദേശത്തും ജോലിയോടുള്ള ബന്ധത്തിൽ ഗൾഫിലും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെയായി താമസിക്കുന്ന കുടുംബമായി പാർക്കുന്നവർ, അവരുടെ ബിസിനസ്സുകൾ, അവരുടെ ജോലികൾ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഒക്കെ അനുഗ്രഹിക്കണം. പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥനാ വിഷയം അറിയിച്ചിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുണ്ട്. കുഞ്ഞുങ്ങളുടെ വിവാഹങ്ങൾ, നാളുകളായി മക്കളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികൾ, അവരെല്ലാം കർത്താവ് ആശ്വാസം കൊണ്ട് അവർ വിളിക്കുന്ന വിളിയുടെ നടുവിൽ എഴുന്നേറ്റ് അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ.